അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ കരുതുന്നതെങ്കിൽ അയാൾ പ്രൂവ് ചെയ്യട്ടെ, അയാൾ ശുദ്ധനാണെന്ന് അയാൾ പ്രൂവ് ചെയ്യട്ടെ. അതുവരെയെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ആ പാർട്ടി അവർ നല്ല നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതിനോട് അത് സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ പോലും പാർട്ടി ടിക്കറ്റിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു MLA ആയി ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ആ പാർട്ടി നേതൃത്വം ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജി ആവശ്യപ്പെടണമായിരുന്നു അല്ലേ കോൺഗ്രസ് നേതൃത്വം? അല്ല, അവരതിനനുസരിച്ചുള്ള, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു ജനപ്രതിനിധിയായി നിലനിൽക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഊഹാപോഹങ്ങളിലും ആരോപണങ്ങളിലും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി, അത് ഇനി തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോലും ആ ജനങ്ങൾക്കൊരു അന്തസ്സുണ്ടല്ലോ. അവർ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണ് എന്ന് ചാനലിലൂടെ വരുമ്പോൾ, ഇങ്ങനെയാണെന്ന് സ്ത്രീകൾ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ട് അത് കേൾക്കാത്തതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനിയാണെങ്കിലും അതിനുള്ളൊരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തും, ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിനി സ്പീക്കറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി ശരി ശ്രീ രജിത് മാറ, നോക്കൂ, 3 പരാതികളാണ്. കഴിഞ്ഞ 2 പരാതികളിലും സമാനമായ ആരോപണങ്ങൾ, അതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ മൂന്നാമത്തെ ഈ പ്രവാസി യുവതി നൽകിയ പരാതിയിലും പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായി ഇതുപോലെയുള്ള ബലാത്സംഗ പരാതികൾ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ പെർവേർട്ട് ആണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ സഹായകരമാകില്ലേ? സെക്ഷൽ പെർവേർട്ട് ആണ് എന്നുള്ളത് കോടതിയിൽ ദാറ്റ് വിൽ ബി ഓഫ് നോ കൺസേൺ അറ്റ് ഓൾ ഫോർ ദി കോർട്സ്. കാരണം അത് അയാളുടെ മാനസിക നില മാത്രമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഹീസ് എ സെക്ഷൽ, അങ്ങനെ ഒരു നിഗമനമൊന്നും കോടതിയിലേക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വെദർ ഇതൊരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിരുന്നത് വിത്തൗട്ട് കൺസെന്റ് ആണോ, അത് റേപ്പിന്റെ ഡെഫിനിഷന്റെ കീഴിൽ വരുമോ എന്നുള്ളതാണ് നോക്കേണ്ട കാര്യമുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു ലാർജർ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചർച്ചകളിൽ മിസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതേപോലത്തെ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളപ്പോഴും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അദ്ദേഹത്തിനെ കൊണ്ട് എറക്ട് ചെയ്യാൻ ഉണ്ടാക്കിയ സാഹചര്യങ്ങളിലുള്ളവരും റെസ്പോൺസിബിൾ ആണല്ലോ. അങ്ങനെ റെസ്പോൺസിബിൾ ആയവരെ കൂടി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് കാണിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലത്തെ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്രയും പറയുകയാണെങ്കിൽ അതും കൂടി ചെയ്യാനുള്ള സാഹചര്യം അവരുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ പല സർക്കസുകളും നമ്മൾ കണ്ടതാണ്, പല സാഹചര്യങ്ങളിലും ഇദ്ദേഹം ഉണ്ടാക്കിയ സർക്കസ് നമ്മൾ കണ്ടാണ്. ആ സർക്കസിന് കൊട പിടിച്ചതോ അതല്ലെങ്കിൽ ആ സർക്കസിന് കൂടെ നിന്നവരും ഇതിന് പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അവരോടും പാർട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ മൂല്യച്യുതിയിലേക്ക് പോകാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇതേപോലെയുള്ളവര് അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ആരൊക്കെയാണ് അതിലേക്ക് ഹെൽപ്പ് ചെയ്തതെന്നുള്ളവർ അവരും റെസ്പോൺസിബിൾ തന്നെയാണ്. ഇതില് രമേശ് ചെന്നിത്തല കാണിച്ച ഒരു അസാധ്യമായിട്ടുള്ള ഒരു ചങ്കൂറ്റം, അത് നമ്മൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തതാണ്, സോഷ്യൽ മീഡിയയിൽ കണ്ടതുമാണ് ഇല്ലേ? പല സാഹചര്യങ്ങളിലും അദ്ദേഹം കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അത്രയും ഇതുപോലെ പ്രതിപക്ഷ നേതാവും അത് കാണിക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അത് കാണിക്കും.